ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസമായി വീഡിയോക്കായി വന്നിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയും പിന്നെ ചെറിയ ചെറിയ ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം മുതലാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. 2 ദിവസമായിട്ട് ബീഫോ മീനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം പച്ചക്കറികൾ മാത്രം വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മൂന്നാമത്തെ ദിവസമായപ്പം ചെറിയൊരു ഇടങ്ങേറ്. അപ്പോൾ കുറച്ച് ദിവസം എന്തായാലും വെജിറ്റേറിയൻ മാത്രം കഴിക്കാമെന്നൊക്കെ വിചാരിക്കും. കഴിച്ച് തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുക. അപ്പോൾ എന്താ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വലിയ സ്പെഷ്യലൊന്നുമല്ല. ആദ്യം നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. നമ്മുടെ തേങ്ങാച്ചോറും കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം അരി ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും റെസിപ്പിയും കാര്യങ്ങളൊക്കെ കുറേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ റേഷൻ അരി തന്നെയാണ്. റേഷൻ കടയിൽ നിന്നും വലിയ അരിയൊക്കെ കിട്ടൽ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇത് അത്യാവശ്യം വേവുള്ള ഒരു അരിയാണ്. കാണുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജയ അരി ഉണ്ടല്ലോ അത്രയും വലിപ്പമുണ്ട് കേട്ടോ. നല്ല വേവും ഉണ്ട്. അതുപോലെ കഴുകുന്ന കാര്യം എന്ന് വെച്ചാൽ കുറേ വെള്ളത്തിൽ കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര മണവും എന്താ ഒരു ഭയങ്കരമായിട്ടുള്ള ചൊവയൊക്കെയാണ്. അപ്പം ഞാൻ കുറേ വെള്ളത്തിൽ കഴുകിയെടുത്ത് പിന്നെ ചൂടുവെള്ളത്തിലൊന്ന് കഴുകി അങ്ങനെയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ തേങ്ങാച്ചോറാകുമ്പം വറ്റിച്ചെടുക്കുകയാണല്ലോ. അപ്പം എന്തായാലും നല്ലോണം കഴുകിയിട്ടില്ലെങ്കിൽ കഴിക്കാനും കഴിയില്ല. അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് തേങ്ങയും പിന്നെ ജീരകവും ഉള്ളിയും കൂടെ ചതച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചിരവാനുള്ള ഒരു മടി കൊണ്ട് ഞാൻ ഇങ്ങനെ കത്തി വെച്ചിട്ട് പൂണ്ട് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് കറക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ഭയങ്കര മടിയാണ് തേങ്ങ ചിരവിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധികം ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. പിന്നെ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ച് ജസ്റ്റ് അവിടെ ഒന്ന് തുടച്ചും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്യാസിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ആകെ വൃത്തികേടാവില്ല, നമുക്ക് ഒഴിവായി കിട്ടിക്കോളും. അപ്പോൾ അതും ചെയ്തു. പിന്നെ ഇതാ ചിക്കൻ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കി ഭാഗങ്ങളും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ആകെക്കൂടെ അലമ്പായി കിടന്നിട്ടുണ്ടെങ്കിൽ ഒന്നും തിരിയില്ല. അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചിലപ്പം റെഡിയാക്കി എടുക്കും. പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അതിനൊന്നും ടൈം കിട്ടലില്ല കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ പിന്നെ ആ ഒരു വിഷയമല്ലല്ലോ. അപ്പോൾ അതിൻ്റെ നീറ്റിൽ അങ്ങനെ എടുത്ത് പോവും. ലാസ്റ്റ് നമുക്ക് തന്നെയല്ലേ ഭാരം കൂടുതലുണ്ടാവുക പണിയെടുക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഇപ്പോൾ ഇതാ ചിക്കനിലേക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ എന്ത് വെജിറ്റബിൾ എടുക്കുകയാണെങ്കിലും ആദ്യം തന്നെ നന്നായി തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് കഴുകി എടുത്തിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ വിഷവും കാര്യങ്ങളൊക്കെ അടിച്ച് വരുന്നതല്ലേ. അപ്പോൾ നല്ലപോലെ വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് പിന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം അതൊക്കെ ഇതാ നല്ലപോലെ കഴുകി ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കളയുമ്പോൾ അതൊരു ചെറിയ പാത്രത്തിലേക്കോ അതല്ലെങ്കിൽ ഒരു കടലാസിലേക്കെങ്കിലും അതിൻ്റെ തൊലിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നേരിട്ട് കൗണ്ടർ ടോപ്പിലിടാതെ. അതാകുമ്പോൾ അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കിച്ചണൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കും. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് തന്നെ പണി ഒഴിവായി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ മൊത്തത്തിൽ അലമ്പായിട്ട് എന്താ ചെയ്യുക അതെപ്പോഴാണ് തീരുക എന്നുള്ള ആ ഒരു രീതിക്ക് നമ്മൾ തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. 2 വിസിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിസിൽ കളയാതെ കുറച്ച് നേരം വെച്ചു. പിന്നെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് കുക്കർ ഒഴിവാക്കി എടുക്കണം. അതിൽ വേണം കറിയും കൂടെ വെക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു കുക്കർ ഉണ്ടായിരുന്നു കേട്ടോ. അത് അതിൻ്റെ വാഷറിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നതുകൊണ്ട് തന്നെ 2 വട്ടം വിസിൽ വരാതെ ആയി അങ്ങനെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു പേടി അതിൽ വെക്കാൻ. അപ്പോൾ ദാ അതന്നെ ഒഴിവാക്കി കൊടുത്തിട്ട് നല്ലപോലെ അമർത്തി വെച്ച് അവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുക്കറൊക്കെ ഒഴിവാക്കി ഞാൻ ചിക്കൻ കറിയും കൂടെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം മസാലപ്പൊടികളൊക്കെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ജസ്റ്റ് ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പം കുറച്ചും കൂടെ ഒരു ആ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടാൽ കുറച്ച് ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പാക്കറ്റ് പൊടികളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇട്ടാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കരിഞ്ഞു പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂട് കൂടിയിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ഞാൻ ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പട്ടയും
ചെറിയൊരു ഗ്രാമ്പും അതുപോലെ തന്നെ ഒരു ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചിക്കനും കഴുകിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് വെള്ളം മാത്രമാണ് കേട്ടോ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ആ ഒരു കയ്യിൽ കഴുകി ഇതാക്കാൻ എന്നുള്ള ആ ഒരു രീതിക്ക് കുറച്ച് വെള്ളം, നമ്മുടെ ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഒന്ന് ഇറങ്ങി വരുമല്ലോ. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ച് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ്റെ കഷ്ണത്തിലൊന്നും ഒട്ടും മസാല പിടിക്കാത്ത പോലെയൊക്കെ ഉണ്ടാവും. അങ്ങനെ കറിയും അവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും വിസിൽ വരട്ടെ. ആ സമയം കൊണ്ട് നമ്മളായ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. ഇതുപോലൊരു എന്താ ഒരു വേസ്റ്റ് ബിന്ന് നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നല്ല ഉപകാരമാണ്. ഞാനിതാ ആ ഒരു മുറത്തിലേക്കാണല്ലോ വെജിറ്റബിൾസിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വേസ്റ്റ് ബിന്നിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. രാത്രിയൊക്കെ ആകുമ്പം പ്രത്യേകിച്ച് നമുക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റൂലല്ലോ. ഇനിയിപ്പോൾ അതിലിട്ട് വെച്ചാൽ മൂടി വെച്ചിട്ട് രാവിലെ കളഞ്ഞാലും മതി. സ്മെല്ലോ കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരുമില്ല. നല്ല ഉപകാരമുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതല്ലാതെ നമ്മൾ മൂടിയൊന്നും ഇല്ലാത്തൊരു പാത്രത്തിലാണ് ഇട്ട് വെക്കുന്നതെങ്കിൽ അതിൽ ചെറിയ ഈച്ചകളും ഒക്കെ വന്നിരുന്നിട്ട് ആകെ വൃത്തികേടാവാനുള്ള ചാൻസ് ഉണ്ട്. രാവിലെ ആകുമ്പോൾ തന്നെ കിച്ചണിൻ്റെ ഉള്ളിൽ ഒരുമാതിരി സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ നമ്മുടെ കിച്ചണിന് യോജിച്ച തരത്തിലുള്ളൊരു വേസ്റ്റ് ബിന്ന് വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ അവിടെ വൃത്തിയാക്കി വെക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടല്ലോ. പിന്നെ തേങ്ങാച്ചോറും കറിയും മാത്രമാണ് ആക്കുന്നുള്ളൂ. വേറെ ഉപ്പേരിയോ അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നുമില്ല. ചിലപ്പോഴൊക്കെ തോന്നിയാലൊക്കെ ഉണ്ടാക്കുന്നല്ലാതെ ഇവിടെ അങ്ങനെ എല്ലാം വേണമെന്ന് നിർബന്ധമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഷെഫീഖ് തന്നെ പറയും എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ അത് മാത്രം മതി എന്നുള്ളത്. അപ്പോൾ പിന്നെ നമുക്കും എളുപ്പമാണല്ലോ, കൂടുതൽ അങ്ങനെ ഉണ്ടാക്കാനൊന്നും നിൽക്കലില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടാവും ഉപ്പേരി വേണം, പപ്പടം വേണം, അച്ചാർ വേണം, അങ്ങനെ ചിലപ്പോൾ ഓരോ മൂഡുകളാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ദാ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വിസിലൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് ഇനിയിപ്പോൾ കുറച്ച് ഒരു 2 മിനിറ്റ് ഗ്യാസ് ഒന്ന് എന്താ മൂടി തുറന്ന് വെച്ചിട്ട് കുക്കറിൻ്റെ മൂടി തുറന്ന് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ചധികം തന്നെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറിയും തേങ്ങാച്ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ പപ്പടം പൊരിക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് ആകെ ഒന്ന് മാത്രമേ കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതും കൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ 3 ആളും അടികൂടും. അപ്പോൾ പിന്നെ ആ വശത്തേക്കേ പോയിട്ടില്ല. അതും എല്ലാം അവിടെ എടുത്ത് വെച്ചിട്ട് ചൂടോടെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. 7:30 8 മണി അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കും കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ചെക്കിക്കുട്ടീനെ പഠിപ്പിക്കാനും ഒക്കെ ഇരിക്കുകയുള്ളൂ. വൈകുന്നേരം നമ്മുടെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ കിച്ചണിലേക്ക് ഇറങ്ങും. പെട്ടെന്ന് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കും, ഫുഡ് കഴിക്കും. അങ്ങനെ കിച്ചൺ ക്ലോസ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് കയറുകയാണ് ഞാൻ ചെയ്യുക. അങ്ങനെയാണ് അധിക ദിവസം ചെയ്യൽ. പിന്നെ ആരെങ്കിലുമൊക്കെ വിരുന്നുകാരും ഒക്കെ വരികയാണെങ്കിൽ പിന്നെ അങ്ങനെ പറ്റൂലല്ലോ. നമ്മൾ 3 ആൾ മാത്രമാകുമ്പോൾ അങ്ങനെയാണ് കൂടുതൽ ചെയ്യൽ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ സിങ്കൊക്കെ നല്ലപോലെ തുടച്ച് നീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, വെള്ളമൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ഇതാ കിച്ചണൊക്കെ സൂപ്പറാക്കി. ഇനി അവിടെയൊക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ അകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് പഠിപ്പിക്കൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ പെട്ടെന്ന് കിടക്കുകയൊന്നുമില്ല. ഇശാ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കിടക്കുകയുള്ളൂ. പിന്നെ അപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ അവരെ പഠിപ്പിക്കാനിരുത്തുമ്പം പ്രത്യേകിച്ച് ഉറക്കം വരലും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേഗം പഠിച്ചു കഴിഞ്ഞാൽ വേഗം അവൾക്ക് കിടന്നുറങ്ങുകയും ചെയ്യുക. അതൊക്കെയാണ് പെട്ടെന്ന് ഫുഡൊക്കെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ രാത്രി നേരത്തെ ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. നമ്മൾ കിടക്കാനാകുമ്പോഴത്തേക്ക് അത് ദഹിക്കണം എന്നാണല്ലോ പറയുക. അങ്ങനെ മദ്രസയും സ്കൂളത്തെയൊക്കെ അതാ പഠിപ്പിച്ച് കഴിഞ്ഞു. പിന്നെ അവളെക്കൊണ്ട് തന്നെ ഞാൻ ടൈം ടേബിളൊക്കെ നോക്കി എടുപ്പിക്കും കേട്ടോ. ചുമരിൽ അവൾ പഠിക്കുന്ന അവിടെ തന്നെ ടൈം ടേബിളൊക്കെ അങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസത്തെയും നമ്മൾ കൂടെ തന്നെ നിന്നിട്ട് അവളെക്കൊണ്ട് തന്നെ വായിപ്പിച്ച് എടുപ്പിക്കുകയാണ് ചെയ്യുക. നോക്കുകയും ചെയ്യും എന്തെങ്കിലും ഓർഡർ തെറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പം അവരിപ്പം തന്നെ ടൈം ടേബിളൊക്കെ നോക്കി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശീലിക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ കൂടെ നിൽക്കലാണ്. എപ്പോഴും അവരെ പഠിക്ക് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞ് ഏൽപ്പിച്ച് നമ്മൾ വേറെ പണിക്ക് നിൽക്കുന്നതിലും നല്ലത് നമ്മളുടെ പണികളൊക്കെ പെട്ടെന്നൊന്ന് ഒതുക്കി അവരുടെ കൂടെ ഇരിക്കലാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ സക്കിയക്കുട്ടിക്ക് ഒരു ചെറിയൊരു അലമാര വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ ബുക്കും ഒക്കെ എടുക്കാൻ അവൾക്കും കുറച്ചുകൂടെ എളുപ്പമായിട്ടുണ്ട്. ഞാനിവിടുത്തെ ഒരു സ്ഥലപരിമിതി കൊണ്ട് വലിയ അലമാരയിലായിരുന്നു ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു കേട്ടോ.
അപ്പോൾ അതൊന്ന് കുറച്ച് എളുപ്പമായി കിട്ടിയിട്ടുണ്ട്. സ്കൂളത്തെ ബാഗുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് ബാഗൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഇപ്പോൾ അതാ മദ്രസത്തെ ബാഗാണ് നോക്കുന്നത്. ചെറിയ ചെറിയ പെൻസിലൊക്കെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ പെറുക്കി തരികയാണ് കേട്ടോ, വലിയ പെൻസിൽ വേണമെന്നും പറഞ്ഞ്. അങ്ങനെ സ്കൂളത്തെയും മദ്രസത്തെയും ബാഗൊക്കെ ഇതാ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ രാത്രി തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. രാവിലത്തെ കുറച്ച് തിരക്കുകൾ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ രാത്രിയിലെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.